അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. നമ്മുടെ മുന്നേയുള്ള വീഡിയോകൾ പലതും കണ്ടിട്ട് നമ്മുടെ അടുത്ത് പലരും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. കാരണം നിങ്ങൾ എങ്ങനെ ബിസിനസ് തുടങ്ങി, നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എവിടെ നിന്നാണ്, ഇത്തരത്തിലുള്ളൊരു ഫണ്ടിങ് അറേഞ്ച് ചെയ്യാം എന്നുള്ള, എങ്ങനെ ഫണ്ട് കിട്ടും എന്നുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം നമുക്ക് ഏതൊരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ബിസിനസിന്റെ ഒരു ഫണ്ടിങ് ആണ്. ആ ബിസിനസ് നടത്താനുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണോ അതാണ് ഏറ്റവും അതിന് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അത് കണ്ടെത്തുന്ന, അത് എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവരുടെ മുന്നിലും ബിസിനസ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം മനസ്സിലുള്ളപ്പോഴും മറുഭാഗത്ത് വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന വില്ലൻ എന്ന് പറയാൻ കഴിയുന്ന ഒരു ഭാഗത്തുള്ളത് സാമ്പത്തികം ഇല്ലാതെ എങ്ങനെ ബിസിനസ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ പലർക്കും ഉള്ളത്, പലരെയും പിന്നിലോട്ട് വലിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കിന്ന് ഒരുപാട് സ്കീമുകൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ തന്നെ ഏകദേശം അതിന് ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ആദ്യമേ തന്നെ ഞാൻ പറയുന്നത് അതാണ്. കാരണം എനിക്കറിയാത്ത പല കാര്യങ്ങളും, പല സ്കീമുകളും നിലവിലുണ്ട്. ഞാൻ എടുത്തതും എനിക്ക് കിട്ടിയതും ഞാൻ ഉപയോഗപ്പെടുത്തിയതുമായിട്ടുള്ള ഒരു സ്കീം എൻ്റെ സുഹൃത്തുക്കൾക്ക് കൂടി കിട്ടുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റൊരു ചോദ്യങ്ങളും ചർച്ചകളും ഇതിൽ വരേണ്ടതില്ല. അപ്പൊ ഞാൻ എൻ്റെ കമ്പനിയുടെ ആവശ്യാർത്ഥം ഞാനൊരു 15 ലക്ഷം രൂപ ലോൺ എടുത്തു. ആ 15 ലക്ഷം രൂപയിൽ ഏകദേശം 6 ലക്ഷം രൂപയോളം എനിക്ക് തിരിച്ചടയ്ക്കേണ്ടതായിട്ടില്ലാത്ത പൈസയാണ്. കാരണം നമുക്കറിയാം, ഇന്ന് നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ഒരു 10 ലക്ഷം രൂപ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്താൽ ആ ബാങ്കിൽ ലോൺ എടുത്തിട്ട് തിരിച്ച് ആ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത്. ഇത്തരത്തിലുള്ള സ്കീം അഥവാ വ്യവസായ വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഏതാണോ, അത് സർവീസ് സെക്ടർ ആണെങ്കിലും അതുപോലെ മാനുഫാക്ചറിങ് സെക്ടർ ആണെങ്കിലും നമ്മൾ ബന്ധപ്പെടുന്ന ടീമുകളുമായി അഥവാ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൃത്യമായി അതിനൊരു പ്രോജക്റ്റ് കൊടുത്ത് കൃത്യമായി അതിനുള്ള വിശദീകരണം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്കീമുകൾ കിട്ടും. അങ്ങനെ കിട്ടിയ സ്കീമിൽ നിന്ന് നമ്മൾ തുടങ്ങിയതാണ് ഞാൻ പറഞ്ഞ 15 ലക്ഷം രൂപയിൽ ഏകദേശം 6 ലക്ഷം രൂപയോളം തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പൊ അത് തന്നെ ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. കാരണം ആ 15 ലക്ഷം രൂപ എടുക്കുമ്പോൾ ഇപ്പൊ ലോൺ പീരീഡ് ആയിട്ട് ഒരു 5 വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആ 5 ലക്ഷം രൂപ, ആ 15 ലക്ഷം രൂപയ്ക്ക് 5 വർഷം കാൽക്കുലേറ്റ് ചെയ്യുന്ന പീരീഡിൽ വളരെ നല്ലൊരു എമൗണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് മാത്രം അടയ്ക്കേണ്ടി വരും. പക്ഷെ ഇത്തരത്തിലുള്ളൊരു സ്കീം വഴി അഥവാ വ്യവസായ വകുപ്പിന്റെ ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള സ്കീം എന്ന് വെച്ചാൽ PMEGPയുടെ സ്കീമാണ്. അപ്പൊ സെൻട്രലിൻ്റെതാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്കീമിൽ നമ്മൾ എടുത്താൽ ഏകദേശം എനിക്ക് 6 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ മുതൽ മുടക്കിന്റെ 35%, അഥവാ നമ്മൾ എടുക്കുന്ന എമൗണ്ടിന്റെ 35% നമുക്ക് സബ്സിഡി ആയിട്ട് വരും. 5% നമ്മളെ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മളും വെക്കുക. അഥവാ ഒരു ഉദാഹരണം, ഇപ്പോൾ 1 ലക്ഷം രൂപയുള്ള ഒരാള് 1 ലക്ഷം രൂപയുടെ ഒരു ബിസിനസ്, ഒരു ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അതിൽ 35,000 രൂപ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതില്ല. അതേപോലെ നമ്മൾ ആ 1 ലക്ഷം രൂപയുടെ ലോണിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ, ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ടത് വെറും 5,000 രൂപ മാത്രം നമ്മുടെ കയ്യിൽ നമ്മൾ വെച്ചിരുന്നാൽ മതി. അഥവാ നമ്മുടെ കോൺട്രിബ്യൂഷനാണ്, ഗവൺമെന്റ് കോൺട്രിബ്യൂഷനാണ് 35%. അത് തിരിച്ച് നമ്മൾ അടയ്ക്കേണ്ടത് 65,000 രൂപയും പിന്നെ 5%. അഥവാ ബിസിനസ് തുടങ്ങുന്ന ആരാണോ അല്ലെങ്കിൽ ഒരു സർവീസ് മേഖല തുടങ്ങുന്ന ആരാണോ അവരുടെ കയ്യിൽ ഒരു 5,000 രൂപയും വരിക. അതാണ് 5% കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ ബിസിനസ്സിൽ ഈ പറയുന്ന എമൗണ്ട് കൊണ്ട് നമുക്ക് എങ്ങും എത്താൻ കഴിയില്ലെങ്കിൽ നമുക്ക് ഏറെക്കുറെ അതൊരു ആശ്വാസമായിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത് പ്രധാനമായിട്ട് ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇപ്പൊ ഈ സ്കീമിലുള്ള ലോൺ കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ വേറെ സ്കീമുകൾ ഒരുപാടുണ്ട്. ഈ PMEGP ഞാൻ എടുത്ത സ്കീം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ ഒരുപാട് സ്കീമുകളുണ്ട്. അത് നിങ്ങളെ തൊട്ടടുത്തുള്ള വ്യവസായ വകുപ്പുകളും ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കൃത്യമായി അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ഏതെങ്കിലും സ്കീമുകൾ ഉണ്ടെങ്കിൽ അതും ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 15 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്താൽ ആ 15 ലക്ഷം രൂപയുടെ 35% നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ട് 3 മാസം മുതൽ 6 മാസം വരെയുള്ള ടൈമിനുള്ളിൽ നമ്മുടെ ബാങ്കിൽ, ഏത് ബാങ്കിലാണോ നമ്മൾ അക്കൗണ്ട് എടുത്തിട്ടുള്ളത്, ആ ഏത് ബാങ്കാണോ നമുക്ക് ലോൺ തന്നിട്ടുള്ളത് ആ ബാങ്കിലേക്ക് നമ്മുടെ TRD അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട്, ബാങ്കിനാണ് അതിന്റെ ഫുൾ അതോറിറ്റി ആയിട്ട് വരുന്നത്. ആ ബാങ്കിൽ നമ്മുടെ 6 ലക്ഷം രൂപ വരുന്നെങ്കിൽ ആ 6 ലക്ഷം രൂപ ബാങ്കിലേക്ക് ഇടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള എമൗണ്ടിന് മാത്രം നമ്മൾ ബാങ്കിലേക്ക് ബാങ്ക് ഇടപാടുകളും ബാക്കി ചെയ്താൽ മതി. ഈ 6 ലക്ഷം രൂപ നമ്മൾ തിരിച്ചടക്കേണ്ടതില്ല. അഥവാ നമ്മൾ ഇതിൽ നിന്ന് വരുന്ന നമുക്ക് നേട്ടം എന്ന് വെച്ചാൽ
ഇപ്പൊ 15 ലക്ഷം രൂപ ലോൺ എടുക്കുമ്പോൾ ആ ലോണിന് 1 രൂപ പോലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത നിലയിൽ നമുക്ക് ആ പൈസ കിട്ടുന്നു എന്നുള്ളതാണ്. ഇൻട്രസ്റ്റിന്റെ ഒരു പരിപാടിയെ ഇത്തരം സംഗതിയിൽ വരുന്നില്ല. ഇത് അപ്പൊ പലിശ ഇടപാടിലേക്ക് നമുക്ക് പോവേണ്ടതില്ല. പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ പോവാതെ കൃത്യമായി നമുക്ക് നമ്മുടെ മുതൽ മുടക്ക് മാത്രം തിരിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ബിസിനസ് ഹൈ ലെവലിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. മറ്റു വിശേഷങ്ങളും മറ്റു വീഡിയോയുമായി നമുക്ക് കാണുമ്പോഴേക്കും ബൈ.